പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സിസ്കോ പാക്കറ്റ് ട്രേസർ. പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്കറിയാം, ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം. എൻ്റെ ഡിവൈസ് വേണം. എൻ്റെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറുകൾ അല്ലേ, ഒന്നിലധികം കമ്പ്യൂട്ടർ എന്തായാലും വേണം. കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള ഒരുപാട് എൻ്റെ ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ എന്തായാലും വേണം ഒരു നെറ്റ്വർക്ക് നമ്മളെ എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യാൻ. അതുകൂടാതെ കണ്ടെന്ത് വേണം, പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ അല്ലെ, വയേഴ്സ് വേണം അല്ലെ. നമ്മുടെ പലതരത്തിലുള്ള വയേഴ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലുള്ള പിന്നെ വയേഴ്സ്, നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് ആവശ്യമുള്ള, നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, സ്വിച്ച്, റൗട്ടർ, ഹബ്ബ് പോലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസും നമുക്ക് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാൻ തന്നെ നമുക്ക് അത്രയും പൈസ വരും അല്ലേ. അപ്പം കമ്പ്യൂട്ടർ കൂടാതെ മറ്റ് നെറ്റ്വർക്കിംഗ് ഡിവൈസും പിന്നെ മറ്റ് കണക്റ്റിംഗ് വയേഴ്സും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഈ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ള രീതി നമുക്ക് നടക്കില്ല. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്ക് അതുപോലെ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ നമ്മുടെ ഈ നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പുനഃസൃഷ്ടിക്കുക. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ മിമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ആനിമേഷനിലൂടെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിന്റെ ആ മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പിന്നെ ഗെയിമും കണ്ടിട്ടില്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന ഫിഫ ഫുട്ബോളിന്റെ ഗെയിമില്ലേ, അതെന്താ ചെയ്യുന്നത്, നമ്മുടെ എങ്ങനെയാണോ മൈതാനത്ത് പ്ലെയേഴ്സ് ഫുട്ബോൾ കളിക്കുന്നത് പോലെ തന്നെ അതേ ഒരു പ്രതീതി നമുക്ക് കമ്പ്യൂട്ടറിൽ ആ ഗെയിം സോഫ്റ്റ്വെയർ നമ്മൾ വെച്ചിട്ട് കളിക്കുമ്പോൾ ആ ഒരു രീതി കിട്ടും അല്ലെ. കളിക്കാർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഗോള്, അതുപോലെ തന്നെ എല്ലാവിധ നിയമങ്ങളും നമ്മുടെ ഈ റിയൽ ഫുട്ബോളിന്റെ എല്ലാവിധ നിയമങ്ങളും നമ്മൾ ആ ഗെയിമിൽ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഫിസിക്കലി നമ്മൾ എന്താണോ ചെയ്യുന്നത്, മൈതാനത്ത് എന്താണോ ചെയ്യുന്നത്, ആ ഒരു പ്രതീതി നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പാക്കറ്റ് ട്രേസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലി ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത്, ആ നെറ്റ്വർക്ക് മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ കമ്പ്യൂട്ടറിൽ അതേ രീതിയിൽ നമുക്ക് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ എവിടത്തേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ ലോക പ്രശസ്തമായ ഒരു IT കമ്പനിയാണ്, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഫേമാണ് IT ആൻഡ് നെറ്റ്വർക്ക്. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സിസ്കോ എന്ന് പറയുന്നത്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മിക്കവാറും നെറ്റ്വർക്കിംഗ് എക്യുപ്മെന്റ്, സ്വിച്ച് ആയിക്കോട്ടെ, അതുപോലെ റൗട്ടർ ആയിക്കോട്ടെ, ഒക്കെ പിന്നെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് സൊല്യൂഷൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് സിസ്കോ എന്ന് പറയുന്നത്. അവരുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ ഒരുപാട് നൂതനമായ സാങ്കേതിക വിദ്യകളും ഈ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ ഈ വെബെക്സ് തുടങ്ങിയ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പ്ലാറ്റ്ഫോം, അതൊക്കെ ഈ സിസ്കോയുടെ സബ്സിഡിയറി കമ്പനീസ് ആണ്. അപ്പം നിങ്ങൾ ഈ സിസ്കോ എന്നുള്ള കമ്പനി ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, നെറ്റ്വർക്കിംഗ് മേഖലയിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ വളരെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് CCNP എന്നൊക്കെ പറയുന്നത്, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ നമ്മൾ ഈ +2 നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോക മൊത്തം ഇന്റർനാഷണൽ അംഗീകാരമുള്ള ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്, സിസ്കോയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകളും മറ്റും ഈ സിസ്കോ കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ സിസ്കോ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മൾ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ആ നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം ഇന്ന്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യും, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ നമുക്ക് ഈ പാക്കറ്റ് ട്രേസർ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പം ഇവിടെ നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്കോയുടെ സൈറ്റ് www.cisco.com, അതാണ് മെയിൻ സൈറ്റ്. അപ്പോൾ നമ്മുടെ അവരെ ഓൺലൈൻ ഒരുപാട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാദമി കൂടെ അവർ നടത്തുന്നുണ്ട്. ആ സൈറ്റിന്റെ അഡ്രസ്സ്
നെറ്റ്വർക്കിംഗ് അക്കാദമി എന്നുള്ള അതിൻ്റെ ഷോർട്ടാണ് NETACAD. അതിൻ്റെ നെറ്റ്വർക്കിംഗ് അക്കാദമി അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്നുള്ള രീതിയിലാണ് netacad.com എന്ന് പറയുന്നത്. ആ സൈറ്റിലാണ് നമ്മുടെ ഈ പാക്കറ്റ് ട്രേസർ പോലുള്ള ഒരുപാട് ഓൺലൈൻ ട്യൂട്ടോറിയൽ, ഓൺലൈൻ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പലതും കോസ്റ്റ് ഉള്ളതാണ്. ഈ പാക്കറ്റ് ട്രേസർ നമ്മൾ പറയുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി പറ്റും, ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസർ അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാക്കറ്റ് ട്രേസറിൻ്റെ ഫുൾ കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ കണ്ട ആ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്കോ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള IT ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പനിയാണ്, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് CCNA, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ CCNP, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഈ 2 കോഴ്സുകൾ. പിന്നെ അതുപോലെ തന്നെ പാക്കറ്റ് ട്രേസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു. പാക്കറ്റ് ട്രേസർ നമ്മുടെ നെറ്റ്വർക്ക് ഡിസൈനും അതുപോലെ മോഡലിങ്ങിനും, സിമുലേഷൻ ആൻഡ് മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു നെറ്റ്വർക്ക് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്ത് ഫിസിക്കലി ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക്കറ്റ് ട്രേസർ പറഞ്ഞ സോഫ്റ്റ്വെയറിലൂടെ സിസ്കോ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റ് ട്രേസർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ നെറ്റ്വർക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഒരു ലോജിക്കലായിട്ട് നമുക്ക് നെറ്റ്വർക്ക് അതിൻ്റെ മോഡൽ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ it allows to model complex systems without need for dedicated equipment. ഇപ്പം നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ, വെറും സിമ്പിൾ ലാൻ മാത്രമല്ല, വാൻ നെറ്റ്വർക്ക് അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് വരെ നമുക്ക് ഈ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു ലാനൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കലി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ. അപ്പം നമ്മൾ കുറേയും കൂടി വലിയ കമ്പനിയുടെ ഒക്കെ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഫിസിക്കലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെ നമുക്ക് ഫിസിക്കലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അതിൻ്റെ ഒരു സിമുലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സിമുലേഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അതും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് പാക്കറ്റ് ട്രേസർ. ഈ പാക്കറ്റ് ട്രേസറിന് ഇപ്പോൾ നിങ്ങൾ ഈ സിസ്കോ അക്കാദമി ഓഫർ ചെയ്യുന്ന മറ്റ് കോഴ്സുകൾ CCNA, CCNP ഒക്കെ പഠിക്കുമ്പോൾ ഈ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ അസൈൻമെന്റ് ഒക്കെ ഉണ്ടാവും. ഈ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് ഈ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക, അങ്ങനെയുള്ള അവർക്ക് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സിനുള്ള ഒരു ടൂളായിട്ട് കൂടി ഈ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് www.netacad.com, അത് സിസ്കോന്റെ നെറ്റ്വർക്ക് അക്കാദമി ആ സൈറ്റിലേക്ക് നമ്മൾ പോവുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമെയിൽ ID വേണം. നമ്മൾ ഈ ഇമെയിൽ ID വെച്ചിട്ട് അതിൽ സൈനപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഈ സൈനപ്പിൻ്റെ എൻഡിൽ നമുക്കൊരു പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡും ഈ ഇമെയിൽ ID യൂസ് ചെയ്ത് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാക്കറ്റ് ട്രേസർ ഫുൾ കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ആ സോഫ്റ്റ്വെയർ മാത്രം ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനും വേണ്ടി പറ്റും. അത് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് അക്കാദമി ആ സൈറ്റിൽ നമുക്ക് പോയിട്ട് നോക്കാം. ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. എൻ്റെ ഒരു വെബ് ബ്രൗസർ എടുക്കുന്നു. ഇവിടെ ഞാൻ ക്രോം യൂസ് ചെയ്യുന്ന ചില സൈറ്റിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ www.netacad.com എന്നുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് സിസ്കോയുടെ ഹോം പേജ്. നമ്മൾ നെറ്റ്വർക്ക് അക്കാദമി സിസ്കോയുടെ ഇവിടെ കാണുന്നില്ല, സിസ്കോ നെറ്റ്വർക്കിംഗ് അക്കാദമി ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്നു. അവിടെ ഒരുപാട് കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിംഗ്, അതുപോലെ പ്രോഗ്രാമിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിലുള്ള ഒരു കോഴ്സാണ് പാക്കറ്റ് ട്രേസർ. പാക്കറ്റ് ട്രേസർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പാക്കറ്റ് ട്രേസർ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് കോഴ്സുകൾക്ക് ചിലപ്പോൾ ഫീ ഉണ്ടാവും. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇൻട്രോ ടു പാക്കറ്റ് ട്രേസർ, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇവിടെ സൈൻ അപ്പ് ടുഡേ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് പുതിയ
ആദ്യമായിട്ട് ഈ സൈറ്റിൽ കയറുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ടു സിസ്കോ ആണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പേജ് ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി ആണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നെയിം എന്തെങ്കിലും ഒരു സാങ്കല്പികമായ നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. കൺട്രി, റീജിയൻ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതുപോലെ കമ്പനി വർക്ക് ചെയ്യുന്ന കമ്പനി കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ഇടുക. പിന്നെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സാങ്കല്പികമായിട്ട് ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1 അപ്പർ കേസ് ക്യാരക്ടർ, 1 ലോവർ കേസ് ക്യാരക്ടർ, 1 നമ്പർ ക്യാരക്ടർ. പ്ലീസ് എൻ്റർ എ മിനിമം ഓഫ് 8 ക്യാരക്ടേഴ്സ് ആൻഡ് മാക്സിമം ഓഫ് 60 ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ ഈ അറ്റ്, അതുപോലെ തന്നെ ഡോട്ട് എന്നിവ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യണം. 400. അതെന്താണ് ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ നമ്മുടെ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ വുഡ് യു ലൈക്ക് അപ്ഡേറ്റ്സ് അബൌട്ട് സിസ്കോ പ്രൊമോഷൻസ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. എന്തെങ്കിലും സിസ്കോ പ്രൊഡക്ട്സിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു പ്രൊമോഷൻ മെയിലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കാം. ഇല്ലെങ്കിൽ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ മെയിൽ നമ്മുടെ ഇമെയിലിലേക്ക് പോകും, മെയിൽ ഐ ഡിയിലേക്ക് പോകും. ഞാൻ കൊടുത്ത mpvnambir87@gmail.com എൻ്റെ മെയിൽ ഐ ഡിയിലാണ്. അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും. അപ്പം നമ്മളെ മെയിൽ തുറന്നിട്ട് ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം. ഞാൻ വേറെ ടാബ് തുറക്കുന്നു. ഞാൻ മെയിൽ എടുക്കുകയാണ്. യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ട് മെയിലിലേക്ക് ലോഗിൻ ചെയ്യാം. അതിൽ സിസ്കോ അയച്ചിട്ടുള്ള വെരിഫിക്കേഷൻ, സിസ്കോയുടെ മെയിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. സിസ്കോ ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ വെരിഫിക്കേഷൻ കോഡ് കാണാൻ വേണ്ടി പറ്റും. 27 21 49 അതാണ് എൻ്റെ വെരിഫിക്കേഷൻ കോഡ് വന്നത്. അപ്പോൾ ആ കോഡ് ഇവിടെ അടിക്കുക. 27 21 49 വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ വെരിഫൈഡ്. യു ക്യാൻ നൗ ആക്സസ് ഓൾ യുവർ അവൈലബിൾ സിസ്കോ പ്രൊഡക്ട്സ് ആൻഡ് ഓർ സർവീസസ്. ഇനി നമുക്ക് ആ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ആദ്യം കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടുള്ള ഇമെയിൽ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡ്, നേരത്തെ നമ്മളെ യൂസർ നെയിം ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് പ്രധാനപ്പെട്ടതാണ്, അത് മറന്നു പോകരുത്. ഓരോ തവണയും നമ്മൾ ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂസർ ഐ ഡിയും അതുപോലെ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് നമ്മൾ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡാണ്. ഇമെയിൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇമെയിലാണ്. അത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിംഗ് അക്കാദമിയിൽ നമ്മുടെ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇൻ പ്രോഗ്രസ് ഉള്ള കോഴ്സുകൾ, പാക്കറ്റ് ട്രേസർ കോഴ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് റിസോഴ്സിൽ ഇനി ഡൗൺലോഡ് പാക്കറ്റ് ട്രേസർ കൊടുക്കാം. നമുക്ക് ആ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പാക്കറ്റ് ട്രേസർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ 64-ബിറ്റ് ഡൗൺലോഡ് 64-ബിറ്റ് വിൻഡോസിൻ്റെ ഡൗൺലോഡ് ഇത് ചെയ്യാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിനക്സ് വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മാക് OS ആണ് മാക് OSൻ്റെ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മൊബൈൽ വേർഷൻ വേണമെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മൊബൈൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ വിൻഡോസ് ആവുന്നതുകൊണ്ട് വിൻഡോസ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് വിൻഡോസിൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര ബിറ്റ് ആണെന്നുള്ളതിനനുസരിച്ചിട്ട് 64-ബിറ്റോ 32-ബിറ്റോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാതാൽ നമുക്ക് എവിടെയാണ് നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവിടത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് അതുപോലുള്ള ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. വൺസ് നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. മറ്റേത് സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഡൗൺലോഡ് ക്യാൻസൽ ചെയ്തതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ EXE ഫയൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര ബിറ്റ് ആണെന്നുള്ള അനുസരിച്ചുള്ള വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സാധാരണ മറ്റേതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ പാക്കറ്റ് ട്രേസർ 7.1.14 വിൻഡോസ് 64-ബിറ്റ് .exe ആ EXE ഫയൽ സാധാരണ ഏതൊരു ഫയലും നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പാക്കറ്റ് ട്രേസറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു പാക്കറ്റ് ട്രേസർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ പാക്കറ്റ് ട്രേസറിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം വളരെ സിമ്പിളാണ് പാക്കറ്റ് ട്രേസർ. നമുക്ക് അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം, മനസ്സിലാക്കാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ആ കോഴ്സ് പാക്കറ്റ് ട്രേസറിൻ്റെ കോഴ്സ് നിങ്ങൾ സിസ്കോയുടെ അക്കാദമി നെറ്റ് അക്കാദമിയിൽ ആ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ആ കോഴ്സ് നമുക്ക് പഠിക്കാവുന്നതാണ്. ഫുൾ കോഴ്സ് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പാക്കറ്റ് ട്രേസറിൻ്റെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. നമുക്ക് ഓരോ ഡിവൈസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ സിമ്പിളായിട്ട് ഈ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.